ഒരു IT എംപ്ലോയിക്ക് മാക്സിമം എത്ര സാലറി കിട്ടാം, ഈ 1 crore 2 crore ആനുവൽ പാക്കേജ് എന്നുള്ളതൊക്കെ എന്താണ്, ശരിയാണോ എന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അത് അവർ ഫ്രഷേഴ്സിന് എടുക്കുന്നത് 26 lakhs ആണ് സ്റ്റാർട്ടിംഗ് സാലറി. ഫ്രഷേഴ്സിന് എടുക്കുന്ന സ്റ്റാർട്ടിംഗ് സാലറി 26 lakhs ആണ്. നമുക്ക് ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ അല്ലെങ്കിൽ പൂനെ പോലുള്ള സിറ്റിയിൽ നമുക്ക് ഈ 1 crore 2 crore എന്ന പാക്കേജ് ഒരുവിധം നല്ല കമ്പനീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതൊക്കെ ടൈപ്പ് കമ്പനീസ് ആണെന്നല്ലേ. ഈ നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഞാൻ പറഞ്ഞു. എന്താണ് നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്? മിനിമം അതായത് അവരുടെ പർച്ചേസ് പ്രൈസ് ഒരു 50 crore, ഏറ്റവും മിനിമം 50 crore അല്ലെങ്കിൽ 100 crore ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു IT എംപ്ലോയിയുടെ സാലറിയെ കുറിച്ചാണ്. ഒരു IT എംപ്ലോയിക്ക് മാക്സിമം എത്ര സാലറി കിട്ടാം, ഈ 1 crore 2 crore ആനുവൽ പാക്കേജ് എന്നുള്ളതൊക്കെ എന്താണ്, ശരിയാണോ എന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ IT എംപ്ലോയീസ് അല്ലെങ്കിൽ IT ജോബ്, IT ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഇതുമായി റിലേറ്റ് ചെയ്ത വീഡിയോസും പിന്നെ ബാംഗ്ലൂരുമായി റിലേറ്റ് ചെയ്ത ബാംഗ്ലൂർ ലൈഫ് സ്റ്റൈൽസ്, ബാംഗ്ലൂർ എക്സ്പീരിയൻസ് ഇവയുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് ആണ് ഇടുന്നത്. ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു വീഡിയോസിന് താഴെ ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുക. അത് മുമ്പോട്ട് പോകാൻ വേണ്ടി നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനൊരു IT എംപ്ലോയി ആണ്. അപ്പോൾ ഈ ചാനലിൽ കൂടെ എന്തായാലും നമുക്കൊരു ചെടിയുടെയും പൂച്ചയുടെയും അങ്ങനെ നിങ്ങളെ ബോറടിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും വരില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. സോ ഒന്ന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ 1 crore 2 crore എന്നീ പാക്കേജുകളല്ലേ, അത് ശരിയാണോ? അത് കിട്ടുമോ? കിട്ടണമെങ്കിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ആണോ? എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെ, അത് ശരിയാണ്. നമുക്ക് ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ അല്ലെങ്കിൽ പൂനെ പോലുള്ള സിറ്റിയിൽ നമുക്ക് ഈ 1 crore 2 crore എന്ന പാക്കേജ് ഒരുവിധം നല്ല കമ്പനീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു എഞ്ചിനീയർക്ക്, IT എഞ്ചിനീയർക്ക് ഈ 1 crore അല്ലെങ്കിൽ 15 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു IT എഞ്ചിനീയർക്ക് 2 crore ഒക്കെ കിട്ടാറുണ്ട്. അത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പം എന്നെ കുറച്ച് ഫ്രണ്ട്സ് ചിലപ്പം പറയുമായിരിക്കും, കോൺട്രാക്ട് ചെയ്യാമായിരിക്കും, ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് കോൺട്രാക്ട് ചെയ്യായിരിക്കും. ഞാൻ ഈ പറയുന്നത് നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയെ കുറിച്ചാണ്. സർവീസ് ബേസ്ഡ് കമ്പനിയായ ഇൻഫോസിസ്, വിപ്രോ, TCS എന്നിവയെ കുറിച്ചല്ല. അവിടെ ഒരു സാലറിക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒരു 10 years ഉള്ള ആൾക്ക് ചിലപ്പോൾ ഒരു 15 lakhs 20 lakhs ഒക്കെ ആയിരിക്കാം കിട്ടുന്നത് ഇയർലി പാക്കേജ്. നല്ല പ്രൊഡക്റ്റ് കമ്പനിയിൽ അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടും. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റാറ്റസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരുപാട് കമ്പനി നല്ല പാക്കേജ് കൊടുക്കുന്ന ഒരുപാട് കമ്പനിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു 1 crore 1 crore 20 ഒക്കെ അല്ലെങ്കിൽ 15 to 20 ഒക്കെ ഉണ്ടെങ്കിൽ 2 crore ഒക്കെ കിട്ടും, ഈസി ആയിട്ട് കിട്ടും. അത് സാലറി ആയിട്ട് മാത്രമായിരിക്കില്ല, കുറച്ച് സാലറിയും പിന്നെ കുറച്ച് കമ്പനിയുടെ ഷെയർസുമായിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അത് നമുക്ക് ഈക്വലന്റ് ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് ഷെയർസ് വിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടും. ഇതിന് ഇൻകം ടാക്സ് കൊടുക്കണം കേട്ടോ, അതിപ്പം നോൺ ആണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതൊക്കെ ടൈപ്പ് കമ്പനീസ് ആണെന്നല്ലേ. ഈ നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഞാൻ പറഞ്ഞു. എന്താണ് നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്? അതായത് ഈ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ സെർവറുകൾ, സ്റ്റോറേജുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന കമ്പനീസ് ഉണ്ടാവും. അതായത് നല്ല എന്റർപ്രൈസ് ഗ്രേഡ്സ് ഉള്ള സോഫ്റ്റ്വെയർസ് വിൽക്കുന്ന കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സെർവർ സ്റ്റോറേജ് എന്ന ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെർവറിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഡർ ഒരു കമ്പനി എടുക്കുമ്പോൾ തന്നെ മിനിമം അവരുടെ പർച്ചേസ് പ്രൈസ് ഒരു 50 crore, ഏറ്റവും മിനിമം 50 crore അല്ലെങ്കിൽ 100 crore ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയും പ്രൈസി ആയിട്ടുള്ള സാധനമാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റിന് എറർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഹൈ പേയ്മെന്റ് കമ്പനീസ് തരുന്നത്. അതുപോലെ നമ്മൾ ഹൈ പേയ്മെന്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ ഹൈ ആണ്. നമുക്ക് ഊഹിക്കാമല്ലോ, നമുക്കൊരു എററിനുള്ള ഒരു റൂം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം രാത്രി 12:30 ഞാൻ ഇന്ന് രാവിലെ വലിയ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. ജസ്റ്റ് വീഡിയോ ഇപ്പം ടൈം കിട്ടിയപ്പോൾ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു തന്നത് നല്ല ഹൈ പേ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. പക്ഷെ അതുപോലെ ഇന്റർവ്യൂസും അതുപോലെ ടഫായിരിക്കും. അതുപോലെ ജോബും അത്യാവശ്യം ടഫായിരിക്കും, നല്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഈ കമ്പനീസ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അത് അവർ ഫ്രഷേഴ്സിന് എടുക്കുന്നത് 26 lakhs ആണ് സ്റ്റാർട്ടിംഗ് സാലറി. ഫ്രഷേഴ്സിന് എടുക്കുന്ന സ്റ്റാർട്ടിംഗ് സാലറി 26 lakhs ആണ്. അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു കമ്പനിയുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഒരുപാട് കമ്പനിയുണ്ട്. അപ്പം ഈ പറഞ്ഞ സാലറീസ് ഒന്നും
നല്ല പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലെ ഈ പറഞ്ഞ സാലറീസ് ഒന്നും ഒരു കിട്ടാത്തൊരു കാര്യമല്ല. അത് ഒരുപാട് കമ്പനീസ് കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ വർക്ക് പ്രഷറും കുറച്ച് കൂടുതലായിരിക്കും, അത് ഡെഫിനറ്റ്ലി. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.